കേരള ഹൗസിൽ വരാതിരുന്ന രമേശ് ചെന്നിത്തല ഇന്ന് രാവിലെയാണ് കേരള ഹൗസിൽ എത്തിയത്. കേരള ഹൗസിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഐക്യദാർഢ്യ മാർച്ചൊക്കെ ആയിരുന്നു. അങ്ങോട്ട് പോട്ടെ. നാട്ടിലാകെ വി ഡി സതീശന് വേണ്ടി വലിയ പ്രകടനമാണ് നടക്കുന്നത്. ഫ്ലക്സ് വലിച്ചു കീറുന്ന കേസിയുടെ ഫ്ലക്സ് വലിച്ചു കീറുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഇത്തരം ഈ പ്രകടനങ്ങൾ നല്ലതാണോ? പ്രത്യേകിച്ച് ഈ ചർച്ചകളിൽ നടക്കുന്നതിന്റെ ഈ ഒരു വേളയിൽ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കാമോ? मीटिंग है. KCVD പക്ഷങ്ങൾ തെരുവിൽ അരങ്ങ് തകർക്കുമ്പോൾ കുറച്ചുകൂടി റിലാക്സ്ഡ് ആണ് രമേശ് ചെന്നിത്തല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷയൊക്കെ കാണുമ്പോൾ രമേശ് ചെന്നിത്തല കൂളാണ്. ഈ തർക്കത്തിനിടയ്ക്ക് ഒരു ചോയ്സായി രമേശ് ചെന്നിത്തല തന്നെ ആദ്യത്തെ വർഷങ്ങളിലെങ്കിലും കേരളത്തെ നയിക്കാനുള്ള സാധ്യതയുമുണ്ട്. ബാലഗോപാൽ തുടരുന്നുണ്ട്. ബാലഗോപാൽ, പന്ത് ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. ദേശീയ നേതൃത്വം എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനമാണ്. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാൽ 3-2 ഭൂരിപക്ഷമാണ് KC ക്യാമ്പ് അവകാശപ്പെടുന്നത്. MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാൽ KC വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. പക്ഷേ ലീഗിന്റെ അതിശക്തമായ സമ്മർദ്ദം, മറ്റ് ഘടകകക്ഷികളുടെ നിലപാട്, പൊതുജനങ്ങളുടെ അഭിപ്രായം ഇതുകൂടി കണക്കിലെടുക്കേണ്ടി വരും. രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ എന്ത് നിലപാടെടുക്കാനാണ് സാധ്യത? രാഹുൽ ഗാന്ധി അഭിപ്രായം പറയാതെ മാറി നിൽക്കുമെന്ന് പോലും രാഷ്ട്രീയ ഉപശാലകളിൽ വർത്തമാനമുണ്ട്. അങ്ങനെയാണെങ്കിൽ മല്ലികാർജ്ജുൻ ഖാർഗെ ഇക്കാര്യത്തിൽ ഒരു ഫൈനൽ കോൾ എടുക്കും എന്ന മട്ടിൽ അതിനൊക്കെ സാധ്യതയുണ്ടോ? അഭിലാഷ്, ഇപ്പോൾ കേരളത്തിൽ എടുക്കുന്ന തീരുമാനം അതേതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കേരളത്തിലും തമിഴ്നാട്ടിൽ നിന്നുമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് സീറ്റുകൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള സീറ്റുകളുള്ളത്. ഈ ഇപ്പോൾ നടക്കുന്ന ഈ പ്രതിസന്ധി അത് ഇങ്ങനെ തന്നെ തുടർന്നു പോവുകയാണെങ്കിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾ തന്നെ വളരെ മോശമാകുന്നുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് ലഭിക്കാവുന്ന പരമാവധി സീറ്റുകളുടെ എണ്ണത്തിൽ ചില കുറവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം മാത്രമേ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്ഥിതിഗതി അതിസങ്കീർണമാണ്. അത്ര പെട്ടെന്നൊന്നും ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയില്ല. ഞാൻ രാവിലെ പല നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ 3 നേതാക്കളെയും വെവ്വേറെ ഇരുത്തി, അതായത് ഒറ്റയ്ക്കായി രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അവർ സംസാരിക്കുമ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ആവശ്യം എന്താണ്, അവരുടെ നിലപാട് എന്താണ്, അവർ ഏതറ്റം വരെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരുടെ വാദം ആദ്യം കേൾക്കുന്നതായിരിക്കും. അതിനുശേഷമായിരിക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരു തീരുമാനം എടുത്തതിന് ശേഷം ഈ 3 പേരെയും ഒപ്പം സണ്ണി ജോസഫിനെയും ഇരുത്തി ഇക്കാര്യങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം അവരെ അറിയിക്കുകയും അത് എല്ലാവരുടെയും ചേർന്ന ഒരു കൂട്ടായ തീരുമാനമായി മാറ്റുവാനാണ് കോൺഗ്രസ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് സാധിച്ചില്ല എങ്കിൽ പിന്നീട് ഉള്ള ഒരു അറ്റകൈ പ്രയോഗം അല്ലെങ്കിൽ 18ാമത്തെ അടവ് എന്ന് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്, കോൺഗ്രസിലെ ഹൈക്കമാൻഡിലെ പലരും പറയുന്നത് സോണിയാഗാന്ധിയെ രംഗത്തിറക്കുക എന്നതാണ്. കാരണം സോണിയാഗാന്ധി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ അതിനെ മറികടക്കാൻ ഈ പല നേതാക്കൾക്കും കഴിയില്ല. പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയ്ക്ക് വ്യക്തിപരമായ ആത്മബന്ധമുള്ള ഒരു നേതാവാണ് സോണിയാഗാന്ധി. KC വേണുഗോപാലിനും സമാനമായ രീതിയിൽ ഒരു ആത്മബന്ധം സോണിയാഗാന്ധിയോടുണ്ട്. സോണിയാഗാന്ധി പറഞ്ഞാൽ VD സതീശനും ഒരുപക്ഷെ മുസ്ലിം ലീഗിനും വരെ അത് കേൾക്കേണ്ടി വരുമെന്നൊക്കെ ഉള്ള ഒരു പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ആദ്യം, അതായത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും ഈ ചർച്ച നടക്കുക. ആദ്യം വെവ്വേറെയുള്ള ചർച്ച, പിന്നീട് 3 പേരെയും ഒരുമിച്ചിരുത്തിയുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചർച്ച. ആ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹൃതമായില്ല എങ്കിൽ പിന്നീട് വജ്രായുധമായ സോണിയാഗാന്ധിയെ തന്നെ രംഗത്തിറക്കുക എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തും. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇന്ന് തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്ന ഒരു പൊതുവികാരം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിലുള്ള പല നേതാക്കൾക്കുമുണ്ട്. കാരണം ഇത് ഓരോ ഘട്ടം കഴിഞ്ഞ് കൈവിട്ട് ഇങ്ങനെ പോകുമ്പോഴും അല്ലെങ്കിൽ നീണ്ടു പോകുമ്പോഴും ഈ വിഷയം കൈവിട്ടു പോകുന്നു എന്ന അഭിപ്രായമാണ് പൊതുവെ നേതാക്കൾക്കുള്ളത്. അതിനു പുറമെ ഇതിൽ കോൺഗ്രസിൻ്റെ പേരിൽ കോൺഗ്രസിന് പുറത്തുനിന്നുള്ള പലരും നുഴഞ്ഞു കയറി ഈ പ്രതിഷേധങ്ങൾക്ക് ആക്കം കൂട്ടുന്നു എന്ന ഒരു വികാരം കൂടി ഇപ്പോൾ കോൺഗ്രസ്സുകാർക്കുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ബാലു, ഞാൻ ബാലുവിലേക്ക് മടങ്ങിയെത്താം. മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ നിർണായകമാണ്.